ശ്രീ എലിയസ് ജോൺ മാധ്യമപ്രവർത്തകൻ നമ്മളോട് ചേരുകയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിനായി വർഷങ്ങൾ നീണ്ട പ്രയത്നം താങ്കൾ നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ പറയുമ്പോൾ 96 മുതൽ CPM ആയാലും LDF ആയാലും നമ്മൾക്ക് പറയുന്ന കാര്യമുണ്ട്. 96 മുതൽ നടത്തിയ അന്നത്തെ നയനാർ സർക്കാരിന്റെ കാലത്ത് നടത്തിയ ശ്രമങ്ങൾ. പക്ഷേ എനിക്ക് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകുമെന്ന് തോന്നുന്നു. 87 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു വർക്കല രാധാകൃഷ്ണൻ അന്നൊരു സെമിനാറിൽ, ഒരു വികസന സെമിനാറിൽ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച്, വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ചും അത് നടപ്പിൽ വരേണ്ടതിനെക്കുറിച്ചും വലിയ തരത്തിൽ ഒരു സെമിനാറിൽ വിഷയം ഉന്നയിക്കുന്നു. പിന്നീട് അദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. അത് 87 മുതൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 96 മുതൽ ഉള്ള അതിനു മുമ്പ് കാര്യങ്ങൾ പോവുകയാണ്. അവിടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ശരിയായ കാഴ്ചപ്പാട്. ഈ വിഴിഞ്ഞം പദ്ധതി വരേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇടതു നേതാക്കൾക്കുണ്ടായിരുന്നു. M. വിജയകുമാർ പറഞ്ഞു വന്നതിൽ അന്ന് മീറ്റിംഗ് നടത്തിയതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് 2013 ഈ പദ്ധതി വരണമെന്നാവശ്യപ്പെട്ട് ഒരു തലക്കൽ പിണറായി, മറ്റേ തലക്കൽ പന്ന്യൻ രവീന്ദ്രനും പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങല. ഇതെല്ലാം ഈ പദ്ധതി വരണമെന്നാണ്. ആകാശക്കൊള്ളയെന്ന് ഇപ്പോൾ വസന്ത് സിറിയക്ക്, കടൽ കൊള്ളയെന്ന് വസന്ത് സിറിയക്ക് പറഞ്ഞത് അതെന്താണെന്നുള്ള കൃത്യം താങ്കൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാകും അല്ലേ ശ്രീ എലിയസ് ജോൺ? എല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് തൊണ്ട വീക്കായിരിക്കുകയാണ്. 7 8 ചാനലുകളിലെ ചർച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാനം ഇവിടെ വന്നിരിക്കുന്നത്. വിജയകുമാർ സഖാവ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഈ ടെൻഡറുകളെല്ലാം കണ്ടു. ആരാണ് യഥാർത്ഥത്തിലുള്ള നിലപാടുകൾ എടുത്തത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ പിതൃത്വമാണ് തർക്ക വിഷയമായിരിക്കുന്നത്. എന്തായാലും കുഞ്ഞ് പിറന്നു, അതെങ്കിലും അംഗീകരിക്കുക. ഇനി ആ കുഞ്ഞിനെ നന്നായിട്ട് വളർത്താൻ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരിക്കണം ചർച്ചയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവകാശപ്പെടുന്നവർ വാസ്തവത്തിൽ ഇത് ജനങ്ങളുടെ ഉടമസ്ഥതയിൽ നടത്തണമെന്നുള്ളൊരു വലിയ സ്വപ്നത്തെ അട്ടിമറിച്ച കഥയൊക്കെ അറിയാമോ? വസന്ത് സിറിയക്കിന് അത്തരം കാര്യങ്ങളിൽ വല്ല ധാരണയുമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അതിലൊന്നും നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം പോകേണ്ട രീതിയിൽ നിന്ന് മാറി അങ്ങ് പോകുന്നു. ഞാൻ കൈ കാണിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ഇപ്പോൾ 86 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ചരിത്രം പോലും സിജു പറയുന്നുണ്ട്. ഈ 30 വർഷമായിട്ടുള്ളതാണ് എനിക്കറിയാവുന്ന ചരിത്രം. 30 വർഷമായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും വരണം, ഏത് സർക്കാർ വരുമ്പോഴും പ്രോജക്റ്റ് നടപ്പാക്കണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള സമരപരിപാടികളും ക്യാമ്പയിനും ഒക്കെ നടത്തിയാണ് ഇടതുപക്ഷമായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിട്ടുള്ളത്. ഈ സമരങ്ങൾക്ക് എല്ലാ പിന്തുണകളും ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഞങ്ങൾ 2 നിരാഹാര സമരം പോലും നടത്തേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിരാഹാര സമരത്തിലോട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഫുൾ ടൈം രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും നിരാഹാര സമരം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. കരാറിലെ പിഴവുകൾ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിൽ വന്നിട്ടുള്ള പിഴവുകൾ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 10 പേർ 5 ദിവസം ഇവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട്. അന്ന് ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അസംബ്ലിയിൽ നിന്ന് വാക്കൗട്ട് നടത്തി. ഇടതുപക്ഷം ഈ ഞങ്ങളുടെ സ്ലോഗൻ ഏറ്റെടുത്തതോടുകൂടിയാണ് ഞങ്ങളുടെ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ ഒരു വിഷയത്തിൻ്റെ പേരിൽ നിരാഹാര സമരം കിടക്കേണ്ടി വരുന്നത്? അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് തിരുത്തണം, ഇല്ലെങ്കിൽ പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗ് അന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ആ മീറ്റിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒരു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം, ഒരു ചർച്ച ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം പോലും നടപ്പാകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന രാജ്യതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, ഈ സർവകക്ഷി യോഗം ശ്രീ M. വിജയകുമാർ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു സർവകക്ഷി യോഗം നിയമസഭയിൽ പോലും പ്രാതിനിധ്യം ഇല്ലാതിരുന്ന BJP അടക്കമാനത്തുണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവരും കൂടി ചേർന്ന് ഇനി നമ്മൾ ലാൻഡ് ലോഡ് മോഡലിലെ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എല്ലാ ടെൻഡറുകളും എല്ലാം പരാജയപ്പെട്ടു, നടക്കുന്നില്ല, കേസ് ലിറ്റിഗേഷൻ, കിട്ടുന്നവർ പിന്നോട്ട് പോകുന്നു തുടങ്ങിയ ഒരു വലിയ കോലാഹലം. അവസാനം ഇതെല്ലാം ഇനി ഉപേക്ഷിക്കുന്നു. എല്ലാ കാലത്തേക്കുമായിട്ട് നമ്മൾ ഈ ടെൻഡർ പരിപാടിയൊക്കെ ഉപേക്ഷിക്കുന്നു, ഇനി നമ്മൾ ലാൻഡ് ലോഡ് മോഡലിലേ പോകുന്നുള്ളൂ എന്ന് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു തീരുമാനമെടുത്തു. ഇൻക്ലൂഡിങ് കോൺഗ്രസ്സുകാർ അതിനകത്ത് സമ്മതിച്ചു, UDF സമ്മതിച്ചു. പിന്നെ എങ്ങനെയാണ് UDFന് പിന്നിലോട്ട് പോകാൻ പറ്റുക? യൂണിലാറ്ററലായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു കത്തെഴുതുന്നു, ശ്രീ മൊണ്ടേക് സിംഗ് അലുവാലിയ ജി, ഇത് PPP ആയിട്ട് അങ്ങ് ഏറ്റെടുത്തോളണം. ഡോക്യുമെൻ്റ് വിജയകുമാർ സഖാവിൻ്റെ കയ്യിൽ കാണും. അപ്പോൾ ഇത് മൊത്തം കേരളം വന്നിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് മാറി വേറൊരു ട്രാക്കിലൂടെ പോയി. അന്ന് കുഞ്ഞൊന്നും വേണ്ട, അന്ന് കുഞ്ഞിനെ എങ്ങനെ അബോർട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത.
അതിൽ നിന്നെല്ലാം കുഞ്ഞ് രക്ഷപ്പെട്ട് ഒടുവിൽ എങ്ങനെയോ ഇപ്പോൾ പിറക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം എടുക്കുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വിരോധമൊന്നുമില്ല. നിങ്ങൾ പിതൃത്വം എടുത്താലും കൊള്ളാം. ആ പിതൃത്വം എടുക്കുന്ന ചടങ്ങിൽ തന്നെ ഒരാളെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പരാതി വരുന്നത്. ഒരാളെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നു. ക്ഷണിച്ചയാൾ പങ്കെടുക്കുന്നില്ല, ക്ഷണിച്ചയാൾ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നു. മറുവശത്ത് എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പരാതി പറയുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ, ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല, ഒരു രാഷ്ട്രീയവും പിടിക്കുന്നില്ല. ഈ പദ്ധതി വളരെ താല്പര്യത്തോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ ഭാവി, ഇന്ത്യയുടെ ഭാവി പോലും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണിത്. ദയവ് ചെയ്ത് അനാവശ്യമായ തർക്കത്തിൻ്റെ പേരിൽ ആ പദ്ധതിയുടെ ഗ്ലാമർ, അതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ, കാരണം ഞാനും നിങ്ങൾ സംസാരിക്കുന്ന ഇത് ലോകം മുഴുവൻ കേൾക്കുകയാണ്. ഇപ്പോഴും കേരളം ഈ പറയുന്ന ഇടുങ്ങിയ ചിന്താഗതിയിലൂടെയാണ് പോകുന്നത്. ആദ്യത്തെ കപ്പൽ വന്നു, ചൈനയിൽ നിന്ന് കപ്പൽ വന്നിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരു ചർച്ച വരുന്നില്ല. ഇപ്പോഴും പിതൃത്വം ആരാണെന്നുള്ളതാണ്. പിതൃത്വം വിട്ടു തന്നേക്കാം, യാതൊരു തർക്കവുമില്ല, നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. അതിൻ്റെ പേരിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ അവിടെ കൊണ്ട് നമുക്കിത് അവസാനിപ്പിച്ച് പ്രോജക്റ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടെ ജനങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല, പിതൃത്വമൊന്നുമല്ല. ജനങ്ങളുടെ പ്രശ്നം ഈ പ്രോജക്റ്റിൽ നിന്ന് ഒരു തൊഴിൽ എൻ്റെ മകൾക്ക്, എൻ്റെ മകൻ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നം. ജനങ്ങളുടെ പിതൃത്വത്തിലൊന്നും താല്പര്യമില്ല. ഈ നാട്ടിൽ എങ്ങനെ ഒരു മോചനമുണ്ടാക്കാം, ഒരു വരുമാനമുണ്ടാക്കാം, ഒരു തൊഴിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. ദയവേത് നിങ്ങൾ അത് സംസാരിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പറയൂ, അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവതരിപ്പിക്കൂ. അതല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ വന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ പിതൃത്വം അവകാശപ്പെടുന്നു എന്ന് പറയുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ദയവേത് അതിന് നിങ്ങൾ ഒരു നിലപാട് വ്യക്തമാക്കുക.